ചെമ്പനീർ പൂവിൻ്റെ അന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. സച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ കാറിൽ ചാരി നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. നീലിമ സുധി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാറിൽ മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് സുധിനൊക്കെ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് കാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കാർ എടുക്കുകയാണ്. എന്നിട്ട് സച്ചി നോക്കുമ്പോഴും നീലിമ ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്ത് പറ്റി? ഒന്നുമില്ല, താനെന്താ വരാൻ ലേറ്റ് ആയത്? സോറി മേഡം, ഞാൻ പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് അങ്ങനെ പോവാണ്. സുധിയാണെന്നുണ്ടെങ്കിൽ നീലിമേനെ കാണുന്നുമില്ല. അങ്ങനെ ശ്രുതി നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ ചടങ്ങുകളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ആകെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. ആൻറ്റി മതി ആൻറ്റി, ഇനി ചടങ്ങുകളൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അമ്മ ഇവൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇനിയും ചെയ്തു കഴിഞ്ഞാൽ ഇവളിവിടെ വീഴും. നീ ഒന്നും മിണ്ടാതിരിക്കുക രേവതി, അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങരുന്നതല്ലേ നിൻ്റെ ആഗ്രഹം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ എൻ്റെ മനസ്സിലെന്താന്നുള്ളത് ദൈവത്തിനറിയാം, അതിന് അമ്മ ഇനി മനസ്സിലാക്കി തരാനൊന്നും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ചടങ്ങുകളൊക്കെ ഏകദേശം തീരാറായി, ഇനി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം, കയ്യിലൊരു ചരടും കെട്ടണം, അത്രയേ ഉള്ളൂ. അതുകൂടി ചെയ്യാൻ നിനക്ക് വയ്യ ശ്രുതി എന്നിങ്ങനെ ചോദിക്കുക. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തിരുമേനി പറയുന്നുണ്ട്, ചടങ്ങുകളൊക്കെ തീരാറായി, ഇനിയിപ്പോൾ ഒരു ചരട് പൂജിച്ച് തരും, അത് കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്നൊക്കെ പറയണം. അങ്ങനെ തിരുമേനി വന്നിട്ട് നമ്മുടെ ശ്രുതിയെ എടുത്ത് അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. പേര് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ആകെ ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ, ഇനി എന്ത് പേരാ പറയുക, അച്ഛൻ്റെ പേരോ? അപ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ട്, കുട്ടി എന്തിനാ ഇങ്ങനെയൊന്ന് ആലോചിക്കുന്നത്? അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ രവിയേട്ടനും ചന്ദ്രമതിയൊക്കെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നിൻ്റെ അച്ഛൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, നീ പറഞ്ഞു കൊടുക്കും നിൻ്റെ അച്ഛൻ്റെ പേരെന്താന്നുള്ളത്. അത് പിന്നെ ജയെന്നോ, ജയെന്നാർക്കെങ്കിലും ആണുങ്ങൾക്ക് പേരിടുമോ? അത് പെണ്ണുങ്ങളുടെ പേരല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ്. അയ്യോ അല്ല, ജയമോഹൻ എന്നാണ് ഞാൻ പറയാൻ വന്നത്. എന്നാൽ പിന്നെ കുട്ടിയുടെ അച്ഛൻ്റെ നക്ഷത്രം കൂടി പറയുമോ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് കുംഭം എന്ന് പറയുന്നത് ഒരു മലയാള മാസമല്ലേ? അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ കുംഭമാസത്തിലാണ് നിൻ്റെ അച്ഛൻ ജനിച്ചതെന്നാണോ ഉദ്ദേശിച്ചത്? ആൻറ്റി അത് തന്നെ ഉദ്ദേശിച്ചത്. അതല്ല, നിൻ്റെ അച്ഛൻ്റെ ജന്മനക്ഷത്രം എന്താണെന്നുള്ളതാണ് തിരുമേനി ചോദിച്ചത്. അത് പിന്നെ ഭരണി. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൂജാരിയാണെന്നുണ്ടെങ്കിൽ താലവും മേടിച്ചിട്ട് അകത്തേക്ക് പോയിട്ട് ചരടൊക്കെ പൂജിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിക്ക് ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സുധിയനെ 14 ലക്ഷം കൊടുത്ത് കാനഡയ്ക്ക് വിട്ടാൽ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാലോ, ഇവരെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധി പോയി കഴിഞ്ഞാൽ എനിക്കും കൂടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോവാമല്ലോ, അങ്ങനെയെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? എനിക്ക് വയ്യ സുധി, ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്, എൻ്റെ ദേഹം മുഴുവനും വേദന എടുക്കുന്നുണ്ട്. അത് സാരമില്ല ശ്രുതി, ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട്. ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ സുധി നീ എന്താ ഈ കാണിക്കുന്നത്? അമ്മ ഇവളുടെ ദേഹം എല്ലാം വേദന എടുക്കുന്നത്, ഞാനത് മാറാൻ വേണ്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതാണ്. നീ അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് പുറത്തേക്ക് പോയാൽ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 42 ദിവസം കഴിയാതെ ഇവളുടെ അടുത്ത് പോലും വരരുതെന്ന്. അമ്മയെ അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? ഇവളെൻ്റെ ഭാര്യയല്ലേ? ഭാര്യയൊന്നുമില്ല, 42 ദിവസം വരെ ഭാര്യയൊന്നുമില്ല, നീ പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ തള്ളി പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി ശ്രുതിയെടുത്തും പറയുന്നുണ്ട്, നീ കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത്, 48 ദിവസം അവൻ്റെ അടുത്ത് പോലും നീ പോകാൻ പാടില്ല. ഈ വ്രതമൊക്കെ തെറ്റിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, നീ തന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മളുടെ വർഷയും ശ്രീകാന്തും ഒക്കെ രേവതി അടുത്ത് വന്ന് പറയുന്നുണ്ട്, രേവതി ചേച്ചി എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാൻ പോവാണ്, ചേച്ചിക്ക് വേണമെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ നിനക്ക് ചിക്കൻ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ സച്ചേട്ടൻ്റെ അടുത്ത് പറയാം ചിക്കൻ വാങ്ങിയിട്ട് വരാം, ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് തരാമെന്നൊക്കെ പറയണം. അതൊക്കെ മെനക്കേടല്ലേ ചേച്ചി? എന്ത് മെനക്കേട്? ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ നിനക്കതൊക്കെ ചെയ്തു തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് ആൻറ്റി എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ വർഷേ, ചിക്കൻ ഫ്രൈ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഇവിടെ അതൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, ഇറച്ചിയും മീനും ഒന്നും 48 ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ല. ശ്രുതി വ്രതത്തിലല്ലേ, അപ്പോൾ അവൾ വ്രതം എടുക്കുമ്പോഴത്തേക്ക് നമ്മളും അതിനനുസരിച്ചല്ലേ നിൽക്കേണ്ടത്. അതെന്തിനാണ് ആൻറ്റി നമ്മളതൊക്കെ ചെയ്യുന്നത്? ചേച്ചിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി വ്രതം എടുക്കുന്നത്, നമ്മൾ എന്തിനാ അതൊക്കെ കഴിക്കാതിരിക്കുന്നത്? അല്ല മോളെ വർഷേ, നമ്മളുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും നമ്മളുടെ രവിയേട്ടനും സച്ചിയും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്ത് പറ്റി എല്ലാവരും കൂടി എന്താണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അത് രവിയേട്ട, വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കണമെന്നുള്ളതേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ശ്രുതി വ്രതത്തിലല്ലേ, അതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ രവിയേട്ടനും പറയുന്നുണ്ട്, അത് ശരിയാണ്, നമ്മളുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതേ, അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ
ഇങ്ങനെ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, പൗഡർ എടുത്തി നിങ്ങൾ വ്രതം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തിനാണ് ഈ ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്? പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ചിക്കനും മീനും ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കേണ്ട, അവിടെ ഞങ്ങളും അതൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ശ്രീകാന്തേ നിന്റെ അമ്മായിയച്ഛ ഇതേപോലെ ജയിലിൽ കിടന്നാലേ നീ വർഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുവോടാ? സച്ചിയേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പം വർഷയും ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ജയിലിലൊന്നും കിടക്കത്തില്ല, എൻ്റെ അച്ഛൻ മാന്യനാണ്. അയ്യോ മോളെ, പൗഡർ എടുത്തിയുടെ അച്ഛൻ മാന്യനല്ലാത്തത് കൊണ്ടല്ല ജയിലിൽ കിടക്കുന്നത്, മോളുടെ അച്ഛന് എത്രയും പെട്ടെന്ന് ജയിലിൽ കിടക്കാനേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രവിയേട്ടൻ ഇവനോട് മിണ്ടാതിരിക്കാൻ പറയാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, രേവതി നീ ശ്രുതിക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ സച്ചി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അല്ലേ ആചാരങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ പാലിക്കണമെന്നല്ലേ പറയുന്നത്? അപ്പോൾ പിന്നെ എരിവും പുളിയും ഉപ്പും ഒന്നും ഇല്ലാത്ത ആഹാരം തന്നെയാണ് അവർ കഴിക്കേണ്ടത്. അത് അവർ തന്നെ ചെയ്ത് കഴിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റൊരാൾ തൊട്ട് അശുദ്ധമാക്കിയതൊന്നും വ്രതം എടുക്കുന്ന ആൾക്കാർ കഴിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ആചാരങ്ങൾ, അതൊന്നും തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചു കഴിഞ്ഞാലേ ഒന്നിനും ഒരു ഫലവും ഉണ്ടാവത്തില്ല. അല്ല ഇനി പൗഡർ എടുത്ത് ആചാരങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിലേ ഞങ്ങളും ആചാരങ്ങൾ അങ്ങ് തെറ്റിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ള് കോഴി കഴിക്കാനുള്ള മൂഡിൽ നിൽക്കുകയാണ്. അപ്പോൾ പൗഡർ എടുത്ത് ആചാരം തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം പോയി ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി ഈ പൗഡർ എടുത്ത് ആചാരങ്ങൾ തെറ്റിക്കുന്നു എന്നുള്ള കാര്യം നീ നോക്കണം കേട്ടോ. ആചാരം തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം, ഞാൻ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വരാം, അത് നീ ചെയ്തു തരണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ദേ അമ്മ, ഇവൻ ഈ പറയുന്നതൊന്നും അമ്മ കേൾക്കാൻ നിൽക്കരുതേ. പിന്നെ ഇനി അവൻ പറയുന്ന ഭീഷണി കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ ഞാൻ, പക്ഷേ ആചാരങ്ങളൊന്നും ഇവിടെ തെറ്റിക്കാൻ പറ്റത്തില്ല. ശ്രുതി നീ പോയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യാനായിട്ട് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സോടെ അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രമതി എല്ലാവരും പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ രേവതി ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്ക് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളിത് എങ്ങോട്ട് പോവാണ്? അല്ലച്ച, അടുക്കളയിൽ പോയിട്ട് ശ്രുതിക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമല്ലോ. ഈ വീട്ടിലെ ആചാരങ്ങളൊന്നും ഞാനും തെറ്റിക്കാൻ സമ്മതിക്കത്തില്ല. മോൾ ഇന്ന് അടുക്കളയിലൊന്നും കയറേണ്ട, ഈ പേരും പറഞ്ഞ് അവർ തന്നെ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്തോളും, മോൾ ഇന്ന് റെസ്റ്റ് എടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന രേവതിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്